ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ചെക്ക്ബോക്സ് വിഡ്ജറ്റ് ആണ്. ഇതൊരു മെറ്റീരിയൽ ഡിസൈൻ വിഡ്ജറ്റ് ആണ്. സോ ഇതിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സാധാരണ ആപ്ലിക്കേഷനിലൊക്കെ കാണുന്ന പോലെയാണ് നമ്മൾ ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെക്ക്ഡ് ആവുന്നതായിരിക്കും. രണ്ടാമത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺചെക്ക് ആവുന്നതായിരിക്കും. സോ ഇതിൽ ഓരോ തവണ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴും ഇതിൽ ഓൺ ചേഞ്ചർ എന്ന് പറയുന്ന ഒരു മെത്തേഡ്, ആ പ്രോപ്പർട്ടിയിലുള്ള ഒരു മെത്തേഡ് കോൾ ആവുന്നതായിരിക്കും. അതിലോട്ട് ചെക്ക്ഡ് ആകുമ്പോൾ ട്രൂ വാല്യൂവും അൺചെക്ക്ഡ് ആകുമ്പോൾ ഫാൾസ് വാല്യൂവും പാസ് ചെയ്യുന്നതായിരിക്കും. സോ അതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ചെക്ക് ബോക്സ് റീബിൽഡ് ചെയ്ത് അതിൻ്റെ അപ്പിയറൻസ് മാറുന്നതായിരിക്കും. ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക്ഡ് ആവും, രണ്ടാമത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺചെക്ക്ഡ് ആവും. സോ ഈ ഒരു ചെക്ക് ബോക്സ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ നമുക്ക് VS കോഡ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ബോഡിക്കുള്ളിൽ വരാം. ബോഡിക്കുള്ളിൽ വന്നതിന് ശേഷം നമുക്ക് ആദ്യം ഒരു സെൻറ്റർ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മുടെ കണ്ടന്റ് എല്ലാം സെൻറ്ററിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഇതിനുള്ളിൽ നമുക്ക് ചൈൽഡ് ആയിട്ടൊരു കോളം ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്ക് ഒന്നിൽ കൂടുതൽ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതിൽ ചിൽഡ്രനിൽ നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്കിതിനുള്ളിൽ നമ്മുടെ വിഡ്ജറ്റുകൾ കൊടുക്കാൻ സാധിക്കും. സോ ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആണ്. സോ സ്റ്റേറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഡ്ജറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യണം. സോ അതുകൊണ്ട് ഞാനിവിടെ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ ആദ്യം നമുക്ക് കൊടുക്കാം ആദ്യത്തെ ചെക്ക് ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റ്. സോ നമ്മൾ ഇതിൽ രണ്ട് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. മാൻഡേറ്ററി ആയിട്ട് വാല്യൂ. സോ വാല്യൂ നമുക്ക് തൽക്കാലം ട്രൂ കൊടുക്കാം. അതുപോലെ ഓൺ ചേഞ്ചർ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? ഒരിക്കൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രൂ ചെക്ക്ഡ് ആവും, അപ്പോൾ അതിൻ്റെ വാല്യൂ ട്രൂ ആവും. രണ്ടാമത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഫാൾസ് ആവും, അപ്പോൾ അത് അൺചെക്ക് ആവും. സോ നമുക്കിവിടെ ഒരു എംപ്റ്റി ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ എംപ്റ്റി മെത്തേഡ്. സോ ഇവിടെ ഇതിന് പാരാമീറ്റർ ആയിട്ട് നമുക്ക് തൽക്കാലം ഇവിടെ വാൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു എറർ ഇവിടെ കാണിക്കുന്നതായിരിക്കും. സോ ഈ ഒരു വാൽ എന്ന് പറയുന്ന നമ്മളൊരു വേരിയബിൾ ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഏത് പേരും കൊടുക്കാം. സോ ആ വേരിയബിൾ ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കിവിടെ ഒരു എറർ കാണിക്കുന്നതായിരിക്കും. സോ നമുക്കിവിടെ ആ വാൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇവിടെ പാരാമീറ്റർ ആയി കൊടുക്കാം. സോ ഇതിലായിരിക്കും നമ്മുടെ ചെക്ക് ബോക്സിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ആകുമ്പോഴുള്ള ട്രൂ ഓർ ഫാൾസ് വാല്യൂ സ്റ്റോർ ആവുന്നത്. ഇത്രയും കൊടുത്ത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ചെക്ക് ബോക്സ് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് കോളം നമുക്ക് സെൻറ്ററിലോട്ട് കൊണ്ടുവരാം. സോ നമുക്ക് മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് ഡോട്ട് സെൻറ്റർ സേവ് ചെയ്യാം. സോ നമുക്ക് ഈ ഭാഗത്ത് സെൻറ്റർ ഭാഗത്ത് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ചെക്ക് ബോക്സ്. ഇവിടെ ഇപ്പോൾ അത് ചെക്ക്ഡ് ആയി കാണാൻ കാരണം നമ്മൾ വാല്യൂ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ട്രൂ കൊടുത്തത് കൊണ്ടാണ്. അത് ഫാൾസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അൺചെക്ക് ആവുന്നതായിരിക്കും. സോ ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആകുന്നതായിരിക്കില്ല. സോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓൺ ചേഞ്ചർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്കുള്ളിൽ നമ്മൾ മെത്തേഡ് ഒരു സെറ്റ് സ്റ്റേറ്റ് മെത്തേഡ് കോൾ ചെയ്ത് അതിനുള്ളിൽ നമുക്ക് ഈ വാല്യൂ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചെക്ക് ബോക്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ആപ്പിൽ ഉപയോഗിക്കുന്നത് പോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെക്കിടും, രണ്ടാമത് ക്ലിക്ക് ചെയ്യുമ്പോൾ അൺചെക്കും ആവുകയുള്ളൂ. ഈ ഒരു വാല്യൂ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഒരിക്കൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ ആവും, രണ്ടാമത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാൾസ് ആവും. അതിനനുസരിച്ച് ഇവിടെ ചെക്കിടും അൺചെക്കുമായി മാറും. സോ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഓൺ ചേഞ്ചറിനുള്ളിൽ വന്നതിന് ശേഷം നമുക്ക് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കോൾ ചെയ്യാം. സെറ്റ് സ്റ്റേറ്റ് നമ്മൾ ഇതിനുള്ളിൽ തന്നെയാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പഠിച്ച പോലെ സെപ്പറേറ്റ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതിനുള്ളിൽ തന്നെ കൊടുക്കാവുന്നതാണ്. നമുക്ക് ആദ്യം ഈ ഒരു ട്രൂ ഓർ ഫാൾസ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന് നമുക്കൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ ഒരു ബൂളിയൻ ടൈപ്പ് വേരിയബിൾ ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. സോ നമ്മളുടെ ബൂൾ ഈസ് ചെക്ക്ഡ് എന്ന് കൊടുക്കുന്നു. വേരിയബിൾ നെയിം സ്പേസ് പാടില്ല, ഈസ് ചെക്ക്ഡ്. സ്റ്റാർട്ടിംഗ് വാല്യൂ ഇനീഷ്യൽ വാല്യൂ നമ്മൾ ഫാൾസ് എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യാം. സോ ഇനി നമുക്ക് ഈ ഒരു വേരിയബിളിലെ വാല്യൂ ചേഞ്ച് ചെയ്താൽ മതി. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വേരിയബിളിലെ വാല്യൂ ചേഞ്ച് ചെയ്താൽ മതി. സോ നമുക്ക് നെക്സ്റ്റ് കൊടുക്കേണ്ടത് ഈ വാല്യൂ എന്ന് പറയുന്ന പ്രോപ്പർട്ടീൻ്റെ വാല്യൂ നമ്മൾ ഈസ് ചെക്ക്ഡ് എന്ന് പറയുന്ന വേരിയബിൾ നെയിം കൊടുക്കുന്നു. സോ അപ്പോൾ നമുക്കത് ഡൈനാമിക് ആവുന്നതായിരിക്കും. നമ്മളിവിടെ ഈസ് ചെക്ക്ഡിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ ഒരിക്കൽ ട്രൂ ആകുമ്പോൾ നമുക്കിവിടെ ട്രൂ ലഭിക്കുന്നതായിരിക്കും, ഫാൾസ് ആകുമ്പോൾ ഇവിടെ ഫാൾസ് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് സെറ്റ് സ്റ്റേറ്റ് മെത്തേഡിനുള്ളിൽ വന്നതിന് ശേഷം നമുക്ക് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസ് ചെക്ക്ഡിൻ്റെ വാല്യൂ ഈസ് ചെക്ക്ഡ് ഈക്വൽ ടു നമുക്ക് വാൽ എന്ന് പറയുന്ന ഈ ഒരു ഇവിടെ പാരാമീറ്റർ ആയി കൊടുത്തിട്ടുള്ള വേരിയബിളിൻ്റെ വാല്യൂ കൊടുക്കണം. സോ ഇതിലൊരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വാൽ എന്ന് പറയുന്ന വേരിയബിളിൽ ട്രൂ സ്റ്റോർ ചെയ്യും, രണ്ടാമത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫാൾസ് സ്റ്റോർ ചെയ്യും. ആ ഒരു വാല്യൂ ആണ് നമ്മൾ ഇതിലോട്ട് ഇപ്പോൾ അസൈൻ ചെയ്തത്. സോ നമുക്കിവിടെ ഒരു എറർ കാണിക്കുന്നതായിരിക്കും. കാരണം ഇപ്പോൾ നമുക്കൊരു നൾ വാല്യൂ ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു എറർ ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ വാൽ എന്ന് പറയുന്ന വേരിയബിളിൽ യാതൊരു വാല്യൂ ഇല്ല. സോ ഈ ഒരു എറർ പോകുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ നമ്മൾ ഈസ് ചെക്ക്ഡ് എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്ത സമയത്ത് ഒരു ബൂൾ എന്നതിന് ശേഷം നമുക്കൊരു ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈസ് ചെക്ക്ഡ് എന്ന് പറയുന്ന വാല്യൂട്ട് നമുക്ക് നൾ വാല്യൂയും സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു എറർ പോയി കിട്ടുന്നതായിരിക്കും. സോ ഇനി നമ്മൾ സേവ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ആപ്പിൽ കാണുന്നത് പോലെ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക്ഡ് ആവുന്നതായിരിക്കും, രണ്ടാമത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺചെക്ക് ആവുന്നതായിരിക്കും. സോ ഈ രീതിയിൽ നമുക്കൊരു സിമ്പിൾ ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഇതിന് താഴെ വീണ്ടും ഇത് കോപ്പി ചെയ്യുന്നു. ഇതിൻ്റെ മറ്റ് പ്രോപ്പർട്ടീസ് കൂടി നോക്കാം. നമ്മൾ താഴോട്ട് കോപ്പി ചെയ്യുന്നു, സേവ് ചെയ്യാം. നമുക്ക് രണ്ടാമത്തെ
ചെക്ക് ബോക്സ് ലഭിക്കുന്നു. സോ നമ്മളിപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഇതുപോലെ ചെക്ക്ഡ് ആവുന്നതായിരിക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്കിവിടെ മറ്റൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഈസ് ചെക്ക്ഡ് 1 2 എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഈസ് ചെക്ക്ഡ് 2. സോ നമുക്ക് രണ്ടാമത്തെ ചെക്ക് ബോക്സിന് ഈസ് ചെക്ക്ഡ് 2 എന്ന് പറയുന്ന വേരിയബിൾ അസൈൻ ചെയ്താൽ മതി. സേവ് ചെയ്യാം. സോ ഇനി നമ്മൾ രണ്ടാമത് ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമേ ചെക്ക്ഡ് ആവുകയുള്ളൂ. സോ ഇനി ഇതിൻ്റെ മറ്റു പ്രോപ്പർട്ടീസ് നോക്കാം. ചെക്ക് ബോക്സിൽ നമുക്ക് ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആക്റ്റീവ് കളറാണ്. സോ ഈ ഒരു കളർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കളറാണ് ലഭിക്കേണ്ടത്. സോ നമ്മളിവിടെ കളേഴ്സ് ഡോട്ട് യെല്ലോ എന്ന് കൊടുക്കുന്നു. യെല്ലോ എന്ന് കൊടുക്കാം. യെല്ലോ സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ യെല്ലോ കളർ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഡിഫാൾട്ട് ആയിട്ടുള്ളത് ബ്ലൂ കളറാണ്. സോ യെല്ലോക്ക് പകരം നമുക്ക് റെഡ് കൊടുക്കാം. യെല്ലോ ക്ലിയർ ആയി കാണുന്നില്ല. ഓക്കെ, റെഡ് കൊടുക്കാം. സേവ് ചെയ്യാം. സോ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ റെഡ് ആവുന്നതായിരിക്കും. ഇതിനെയാണ് നമ്മൾ ആക്റ്റീവ് കളർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമുക്ക് ചെക്ക് കളർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ടിക്കിൻ്റെ കളറാണ്. സോ നമുക്കതിന് കളേഴ്സ് ഡോട്ട് ഇപ്പോൾ ഉള്ളത് വൈറ്റ് ആണ്. സോ നമുക്ക് കളേഴ്സ് ഡോട്ട് ബ്ലാക്ക് കൊടുക്കാം. ബ്ലാക്ക് കളേഴ്സ് ഡോട്ട് ബ്ലാക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാം നമ്മൾ ആ റെഡ് ചെക്ക് ബോക്സിൻ്റെ ചെക്ക് കളർ നമുക്ക് ആ ഒരു ടിക്ക് മാർക്കിൻ്റെ കളർ നമുക്ക് ബ്ലാക്കായി ലഭിക്കുന്നതായിരിക്കും. സോ അതിനുവേണ്ടി നമുക്ക് ചെക്ക് കളർ എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കാം. അതുപോലെ നമുക്ക് മറ്റൊരു പ്രോപ്പർട്ടി ഉണ്ട്, ട്രൈ സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സോ ഇപ്പോൾ നമുക്കിതിൽ ചെക്ക്ഡ് അതുപോലെ അൺചെക്ക്ഡ് എന്ന് പറയുന്ന രണ്ട് വാല്യൂ മാത്രമേ, ട്രൂ ഓർ ഫാൾസ് വാല്യൂ മാത്രമേ സ്റ്റോർ ആവുകയുള്ളൂ. നമുക്ക് ഇനി ട്രൈ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ട്രൈ സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ട്രൂ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ 3 വാല്യൂ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. സോ ട്രൂ, ഫാൾസ്, നൾ. സോ ട്രൈ സ്റ്റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ഓർ ഫാൾസ്, നൾ എന്ന് പറയുന്ന 3 വാല്യൂ സ്റ്റോർ ആവുന്നതായിരിക്കും. സോ ഇത് നമ്മൾ ചെയ്യേണ്ടത് ട്രൈ സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി അതിൻ്റെ വാല്യൂ ട്രൂ എന്നാക്കുക. ഡിഫാൾട്ടായിട്ട് അത് ഫാൾസ് ആയിരിക്കും. ഇനി നമ്മൾ ഈ മുകളിലെ ചെക്ക് ബോക്സിലാണ് നമ്മൾ കൊടുത്തത്. മുകളിലെ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡാഷ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് നൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ട്രൈ സ്റ്റേറ്റ് ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ, ട്രൈ സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 വാല്യൂ നമുക്കിതിൽ നമ്മുടെ ചെക്ക് ബോക്സിന് 3 സ്റ്റേറ്റ് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൺചെക്ഡ്, അതുപോലെ ചെക്ക്ഡ്, അതുപോലെ നൾ എന്ന് പറയുന്നത് അതുപോലെ ഒരു ഡാഷ് ഒരു സിമ്പിൾ ഇവിടെ വരുന്നതായിരിക്കും. സോ ഇനി നമുക്ക് ഈ ചെക്ക് ബോക്സിൻ്റെ മറ്റൊരു വിഡ്ജറ്റ് ഉണ്ട്, ചെക്ക് ബോക്സ് ലിസ്റ്റ് ടൈൽ എന്ന് പറയുന്നൊരു വിഡ്ജറ്റ്. ഇതിൽ നമുക്ക് ടൈറ്റിലും സബ് ടൈറ്റിലൊക്കെ കൊടുക്കാൻ സാധിക്കും. നമ്മൾ ലിസ്റ്റ് ടൈൽ പഠിച്ച പോലെ അതും ലിസ്റ്റ് ടൈലും ചെക്ക് ബോക്സും കൂടി ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു വിഡ്ജറ്റാണിത്. സോ നമുക്ക് വാല്യൂ നമുക്ക് തൽക്കാലം ഫാൾസ് എന്ന് തന്നെ കൊടുക്കാം. ഫാൾസ്. ഓൺ ചേഞ്ചിൽ നമ്മൾ വന്നതിന് ശേഷം നമുക്കിവിടെ വാൽ അതുപോലെ ഒരു empty ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്ക് മറ്റൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. സോ ഈസ് ചെക്ക്ഡ് 3 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഇതിൻ്റെ വാല്യൂ നമുക്ക് ഈസ് ചെക്ക്ഡ് 3 കൊടുക്കാം. ഈസ് ചെക്ക്ഡ് 3. സോ നമ്മുടെ ഓൺ ചേഞ്ച് മെത്തേഡിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസ് ചെക്ക്ഡ് 3യുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വാല്യൂ കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ല, നമുക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് കംപ്ലീറ്റ് ഒരു വിഡ്ജറ്റ് ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ സ്പേസ് കംപ്ലീറ്റ് ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരാതിരിക്കാൻ കാരണം ഓൺ ചേഞ്ച് ഈസ് ചെക്ക്ഡ് 3. സോ ഓക്കെ, നമ്മളിവിടെ ഓക്കെ. സോ നമുക്കിത് വരാതിരിക്കാൻ കാരണം നമ്മളിത് സെറ്റ് സ്റ്റേറ്റ് മെത്തേഡിനുള്ളിൽ കൊടുക്കേണ്ടതുണ്ട്. സോ നമ്മളിവിടെ സെറ്റ് സ്റ്റേറ്റ് മെത്തേഡ് കോൾ ചെയ്യുന്നു. സെറ്റ് സ്റ്റേറ്റ് മെത്തേഡിനുള്ളിൽ നമ്മൾ നമ്മുടെ വേരിയബിൾ കട്ട് ചെയ്ത് സെറ്റ് സ്റ്റേറ്റ് മെത്തേഡിനുള്ളിലോട്ട് മാറ്റുന്നു. സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെക്ക് ബോക്സ് ചെക്ക്ഡ് ആവുന്നതായിരിക്കും. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺചെക്ക് ആവുന്നതായിരിക്കും. സോ നമുക്ക് ചെക്ക് ബോക്സിലും ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സ്പേസിൽ എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് ചെക്ക് ആവുന്നതും അതുപോലെ അൺചെക്ക് ആവുന്നതുമായിരിക്കും. സോ നമുക്ക് ചെക്ക് ബോക്സ് ലിസ്റ്റ് ടൈൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം നമുക്കിതിൽ മറ്റ് പ്രോപ്പർട്ടീസ് കൂടി ആഡ് ചെയ്യാം. ഉദാഹരണമായി നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാം. ടൈറ്റിൽ നമുക്ക് ഒരു ടെക്സ്റ്റ് കളർ കൊടുക്കാം, ഒരു ടെക്സ്റ്റ് കൊടുക്കാം. സോ സെൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് കൊടുക്കാം. സെൻഡ് നോട്ടിഫിക്കേഷൻ. സേവ് ചെയ്യാം. സോ നമുക്കിവിടെ ടൈറ്റിൽ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് സബ് ടൈറ്റിൽ കൊടുക്കാം. സബ് ടൈറ്റിൽ ടെക്സ്റ്റ് ടേൺ ഓൺ ഓർ ഓഫ് നോട്ടിഫിക്കേഷൻസ്. സേവ് ചെയ്യാം. സോ നമുക്ക് താഴെ സബ് ടൈറ്റിലും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇതിന് കളർ കൊടുക്കാം. ടൈൽ കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇതിൽ വന്നതിന് ശേഷം നമുക്ക് കളേഴ്സ് ഡോട്ട് നമുക്ക് ഗ്രീൻ കൊടുക്കാം. ഗ്രീൻ കൊടുത്തതിന് ശേഷം സേവ് ചെയ്യാം. സോ നമുക്കിവിടെ ഇതിന് മുഴുവനായിട്ടും ഒരു ഗ്രീൻ കളർ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഈ രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമുക്കിനി ഈ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ വന്നതിന് ശേഷം സ്റ്റൈൽ മെത്തേഡിനുള്ളിൽ ടെക്സ്റ്റ് സ്റ്റൈൽ പ്രോപ്പർട്ടിക്കുള്ളിൽ ടെക്സ്റ്റ് സ്റ്റൈൽ
ടെക്സ്റ്റ് സ്റ്റൈൽ നമുക്ക് കളർ നമുക്ക് കളേഴ്സ്.വൈറ്റ് കൊടുക്കാം. കളേഴ്സ്.വൈറ്റ് ഇതുപോലെ കൊടുക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ആവുന്നതായിരിക്കും. ഇതുപോലെ സെൻഡ് നോട്ടിഫിക്കേഷൻ എന്ന് വരുന്നതായിരിക്കും. സോ അതുപോലെ നമുക്ക് താഴോട്ട് ഇത് കോപ്പി ചെയ്യാം. താഴോട്ട് കോപ്പി ചെയ്തതിന് ശേഷം നമുക്കൊരു പ്രോപ്പർട്ടി കൂടി നോക്കാം. താഴോട്ട് കോപ്പി ചെയ്യാം. താഴോട്ട് കോപ്പി ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ കളർ നമുക്ക് റെഡ് കൊടുക്കാം. റെഡ് കൊടുത്ത് സേവ് ചെയ്യാം. സോ നമുക്ക് താഴെ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിത് അടുത്തടുത്ത് ലഭിക്കാൻ കാരണം നമുക്ക് പാഡിംഗ് ഇല്ലാത്തത് കൊണ്ടാണ്. സോ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീഫാക്ടറിൽ റാപ്പ് വിത്ത് പാഡിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. രണ്ടാമത്തിനും അതുപോലെ കൊടുക്കുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റീഫാക്ടറിൽ ക്ലിക്ക് ചെയ്യുന്നു, റാപ്പ് വിത്ത് പാഡിംഗ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പാഡിംഗ് ലഭിക്കുന്നതായിരിക്കും. 4 വർഷത്തു നിന്നും പാഡിംഗ് ലഭിക്കുന്നതായിരിക്കും. ആ പാഡിംഗ് നമുക്കിവിടെ ആ വാല്യൂ ഇവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇനി ഇതിന് ഷേപ്പ് കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ വന്നതിന് ശേഷം ലിസ്റ്റ് ടൈലിനുള്ളിൽ വന്നതിന് ശേഷം ഷേപ്പ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി, ഇതിൽ നമുക്ക് റൗണ്ടഡ് റെക്റ്റാങ്കിൾ ബോർഡറാണ് നമ്മൾ കൊടുക്കുന്നത്. റൗണ്ടഡ് റെക്റ്റാങ്കിൾ ബോർഡർ. ഇതിനുള്ളിൽ ബോർഡർ റേഡിയസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, ഇതിൽ ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലർ. ഇതിനുള്ളിൽ നമുക്ക് റേഡിയസ് കൊടുക്കാം. നമ്മൾ തൽക്കാലം 30 കൊടുക്കുന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ സെമിക്കോളൻ്റെ ആവശ്യമില്ല. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഷേപ്പും ഇതുപോലെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇതിൻ്റെ റേഡിയസ് കൂട്ടണമെങ്കിൽ നമ്മൾ 50 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടും ഒരുപോലെ ചെക്ക്ഡ് ആവാൻ കാരണം നമ്മൾ ഉപയോഗിച്ച വേരിയബിൾ നെയിം സെയിം ആയതുകൊണ്ടാണ്. സോ അത് മാറ്റണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ നേരത്തെ ചെയ്താണ്, വളരെ ഈസിയാണ്. നമ്മളൊരു വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്തതിന് ശേഷം ചെക്ക്ഡ് ഫോർ, താഴെ അതിൻ്റെ വേരിയബിൾ നെയിം അവസാനത്തെ ചെക്ക് ബോക്സിൽ നമുക്ക് ആ വേരിയബിൾ നെയിം കൊടുത്താൽ മതി. സോ നമ്മൾ ഈസ് ചെക്ക്ഡ് ഫോർ സേവ് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഇതുപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓരോന്നും സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അവസാനമായി നമ്മൾ നോക്കുന്ന പ്രോപ്പർട്ടി, നമുക്ക് ഈ ഒരു ചെക്ക് ബോക്സ് നമുക്ക് ഈ ഭാഗത്ത് സ്റ്റാർട്ടിങ്ങിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ തൽക്കാലം ഈ ഒരു വിഡ്ജറ്റ് താഴോട്ട് കോപ്പി ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം താഴെ ഇതുപോലെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്കിതിൻ്റെ കളർ നമുക്ക് +.amber കൊടുക്കാം, സേവ് ചെയ്യാം. ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചെക്ക് ബോക്സ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വരണം. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമുക്ക് ചെക്ക് ബോക്സ് ലിസ്റ്റ് ടൈൽ വിഡ്ജറ്റിനുള്ളിൽ പോയതിന് ശേഷം നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, കൺട്രോൾ അഫിനിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സോ അതിൽ നമുക്ക് ലിസ്റ്റ് ടൈൽ കൺട്രോൾ അഫിനിറ്റി ഡോട്ട് ലീഡിംഗ് എന്ന് കൊടുക്കുക, സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. നോർമലി ഉണ്ടായിരിക്കുക ലാസ്റ്റ് ആയിരിക്കും. സോ നമുക്ക് ലീഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കൺട്രോൾ അഫിനിറ്റി പ്രോപ്പർട്ടിയിൽ നമ്മൾ ലീഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് ചെക്ക് ബോക്സ് നമ്മുടെ ഫ്ലട്ടർ ആപ്ലിക്കേഷനിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.